കാര്യങ്ങൾ മൂടി വെച്ചിരിക്കുകയാണ്. ഖിത്താ എന്ന് പറഞ്ഞ കവർ. ആ മൂടി അങ്ങോട്ട് എടുത്താൽ ചില ഹിക്മത്തുകൾ നമുക്ക് മനസ്സിലാവാതിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാവും. എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? ഒരു നിയമം അങ്ങനെയാണ്. ഒരു നിയമം വരുമ്പോൾ എന്തേ ഇപ്പോൾ അവിടെ ക്യാമറ വെക്കാൻ കാരണം? അപ്പോൾ അതിൻ്റെ ക്യാമറ കാരണം ഉണ്ടാവും. അവിടെ കുട്ടികൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമായിരിക്കും, അവിടെ വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ എന്തിനിത് എന്ന് അറിയാതിരിക്കുമ്പോൾ വെറുതെ ഒരു ടെൻഷൻ തോന്നും. എന്തിനിപ്പം അങ്ങനെ? എന്തേ ആ നിയമം വരാൻ കാരണം? അള്ളാഹു എന്തുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നു? എന്തിപ്പോൾ അള്ളാഹു എനിക്കിങ്ങനെ അസുഖം തന്നത്? ഞാൻ എന്തിനാ ഇപ്പോൾ ബെഡ് കടന്നു പോയത്? ഞാൻ നല്ല ഉഷാറായിട്ട് എണീറ്റ് നടക്കില്ലായിരുന്നോ? എന്തിനാ എനിക്കിങ്ങനെ സംഭവിച്ചത്? മുഅ്മിനായ മനുഷ്യന് വരാം, ജീവിതകാലം മുഴുവൻ കിടപ്പിലായി പോയേക്കാം ചിലപ്പോൾ. എന്തിന് എന്ന ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദി ചെയ്ത് സുജൂദിന് എഴുന്നേൽക്കൂല. നമുക്ക് അത്രയും അള്ളാഹുവിനോട് ഹുബ്ബ് തോന്നും. ഹിക്മത്തുകൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയായിരുന്നെങ്കിൽ. പക്ഷേ അള്ളാഹു ഹക്കീമാണ്. ഇവിടെ നടക്കുന്ന ഒരു പ്രവർത്തനവും വെറുതെയല്ല, എല്ലാം വെൽ പ്ലാൻഡ്. ഇവിടെ ഒന്നും റാൻഡം കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ ലിഹിക്മത്തിൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം അറിയുന്ന ഹിക്മത്തുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതും ജോലി പോകുന്നതും, നിങ്ങൾ കച്ചവടം തുടങ്ങുന്നതും കച്ചവടം നഷ്ടമായതും, നിങ്ങൾ വിവാഹം ചെയ്തതും നിങ്ങൾക്ക് വിവാഹമോചനം ചെയ്യേണ്ടി വന്നതും, മക്കൾ ജനിച്ചതും മരിച്ചതും, എല്ലാം നിങ്ങളുടെ യാത്ര മുടങ്ങിയതും, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നതും, അസുഖം വന്നതും, ശിഫയായതും, നിങ്ങളുടെ കൂട്ടുകാരൻ വന്നതും പോയതും, എല്ലാം ഈ ലോകത്ത് സംഭവിക്കുന്നത് മുഴുവൻ ലിഹിക്മത്തിൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. ദർ ഈസ് എ വിസ്ഡം നോൺ ഓൺലി ടു അല്ലാഹ്. അത് എന്താണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടൂലേ? അങ്ങനെയല്ല എൻ്റെ യാഥാർത്ഥ്യം അല്ലേ? എന്തുകൊണ്ട് അള്ളാഹു ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. ഇനി അലി റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കെന്താ? വല്ലാഹി ലൗ കുശിഫൽ ഗിതാ മസ്ദത്തു യഖീന. എനിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചൊരു ഉറപ്പുണ്ട്. എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്കൊരു വിശ്വാസമുണ്ട്. നോക്കണം, ഈ ഈമാനിലാണ് സ്വഹാബിമാർ ജീവിച്ചത്. എനിക്ക് എൻ്റെ റബ്ബിനെ കുറിച്ചൊരു യഖീനുണ്ട്. ലൗ കുശിഫൽ ഗിതാ, വല്ലാഹി ലൗ കുശിഫൽ ഗിതാ. അള്ളാഹു മൂടി വെച്ചത്, അള്ളാഹു നമുക്ക് അറിയിച്ചു തരാത്ത രഹസ്യങ്ങൾ, പരീക്ഷണങ്ങളുടെ പിറകിൽ കിടക്കുന്ന ലക്ഷ്യങ്ങൾ എന്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് വിചാരിക്കുക. എൻ്റെ യഖീനിന് ഏറാനൊന്നും പോകുന്നില്ല, അതിപ്പോഴും ടോപ്പ് തന്നെ കിടക്കണത്. അതാണ് പറഞ്ഞതിനർത്ഥം. നമ്മൾ പറയില്ല എനിക്കൊരു ഈമാൻ കൂടി അപ്പോഴും സമാധാനമായിരുന്നു. അങ്ങനെയൊന്നും ഇനി അള്ളാഹു മനസ്സിലാക്കി തന്നില്ലെങ്കിലും ഇനി മനസ്സിലാക്കി തന്നാലും മസ്ദത്തു യഖീന. ചില മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വഫാത്തിൻ്റെ ദിനം, എൻ്റെ മരണം എന്ന് സംഭവിക്കുമെന്ന് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നാൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെ അപ്പുറത്തേക്കൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഇത്ര തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇത് മാക്സിമത്തിലാണ് ഓടുന്നത്. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് യഖീൻ, അതാണ് ഈമാൻ. അള്ളാഹുവിൻ്റെ കലാം മനസ്സിലായതുകൊണ്ട്, ഇത് അള്ളാഹുവിൻ്റെ വചനമാണിത്, മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മെറ്റീരിയലിസ്റ്റുകളായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് സ്വഹാബിമാർ ഈമാനിൻ്റെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്. വെറുതെ വരും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അവരറബികളല്ലേ? പരമമായ ആനന്ദവും ആസ്വാദനവും അന്ന് സുലഭമാണ്, അതിലൂടെ ജീവിച്ചവരാണ് അവരൊക്കെ. അതൊക്കെ വേണ്ടാന്ന് വെച്ച് ദീനിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് അവർക്ക് വരണമെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കണം ഖുർആനാണെന്ന്. അറബികൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും, വേറെ പോലെയല്ല. അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ പിന്നെ അനങ്ങൂല അവിടെ നിന്ന്. അവർക്കത് ബോധ്യപ്പെടുത്ത അവരെ കൺവിൻസ് ചെയ്യാൻ പ്രയാസമാണ്. വിശുദ്ധമായ ഖുർആൻ അറബിയിലായതുകൊണ്ട് വലിയൊരു കമ്മ്യൂണിറ്റിക്ക് അത് വളരെ വളരെ ഈസി ആയിട്ട് അവർക്ക് കൺവിൻസ്ഡായി മാറി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹിക്മത്ത്. ആ ഒരു സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം അള്ളാഹുവിനറിയാം. അവർക്കത് ബോധ്യപ്പെട്ടു കഴിഞ്ഞോ പിന്നെ അതിനു വേണ്ടി അവർ ജീവൻ കൊടുത്ത സ്വഹാബിമാർക്കൊന്നും പെൻഷൻ കൊടുത്തിട്ടില്ല നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടും അല്ല അവർ ആ പണിക്ക് പോയത്. എന്താ കിട്ടുന്നത്? ജന്നത്തുൻ അർളുഹസ് സമാവാതു വൽ അർള്, അള്ളാഹുവിൻ്റെ സ്വർഗ്ഗമുണ്ട്, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ മാത്രം അവർ സന്നദ്ധരാവണമെങ്കിൽ അവരുടെ ഈമാനിൻ്റെ പവറാണത്. അവർക്ക് അത്രക്കത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് വല്ലാഹി ലൗ കുശിഫൽ ഗിതാഉ മസ്ദത്തു യഖീനാ, മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളുടെ മൂടി അള്ളാഹു എടുത്തു കളഞ്ഞിട്ട് എനിക്ക് ആ ഹിക്മത്ത് എന്താണെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി തന്നാൽ മസ്ദത്തു യഖീന, എൻ്റെ യഖീനി കൂടാനൊന്നും പോണില്ല, അത് ഓൾറെഡി കൂടിയിരിക്കുകയാണ്. ഇനി അപ്പുറത്തേക്ക് എനിക്ക് അള്ളാഹുവിനെ പറ്റി ഈ വേറെന്തെങ്കിലും കൂടുതലെന്ന് അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ മാക്സിമത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ മഹാനാണ് ഹബീബിൻ്റെ പുതിയ ആപ്പിള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹ. അത് വല്ലാത്ത വാക്കാണ്.
അള്ളാഹു ളാറാണ്, അള്ളാഹു നാഫിആണ്. ഇമാമുന റാസി റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി തങ്ങൾ, ഇമാം അൽ ഖുശൈരി, ഇവരൊക്കെ അസ്മാഇനെ വിശദീകരിച്ച ഇമാമിങ്ങളാണ്. ഇഅ്ലം അന്നൽ ജംഅ ബൈന ഹാദൈനിൽ ഇസ്മൈനി ഔലാ വഅബ്ലഗ് ഫിൽ വസ്ഫി ബിൽ ഖുദ്റ അലാ മാ ശാഅ കാൻ വമാ ലം യശഅ ലം യകുൻ ലാ നാഫിഅ വലാ ളാറ ഗൈറുഹു. ഇതിന് ഈ മൂന്ന് ഇമാമിയങ്ങളും കൊടുത്ത വ്യാഖ്യാനം ഇങ്ങനെയാണ്. ഈ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് പറയണം. അല്ലാഹു നാഫിഅ, ഉപദ്രവം ചെയ്യുന്നവൻ എന്നാണ് ളാറിൻ്റെ അർത്ഥം. അത് അന്നൽ ജംഅ ബൈന ഹാദൈനിൽ ഇസ്മൈൻ, ഈ രണ്ട് ഇസ്മും ജംഅ ചെയ്യണം. നിസ്കാരം ജമ്മാക്കുക എന്ന് പറയില്ലേ, ഒരുമിക്ക് ഒരു ഒപ്പം ചെയ്യുക. ദുഹൂർ അസറും ഒരുമിച്ച് നിസ്കരിക്കുക, ഇശാവും മഗ്രിബും ഒരുമിച്ച് നിസ്കരിക്കുക, സുബഹി പിന്നെ ആ സമയത്ത് തന്നെ. അതിനാണ് ജംഅ എന്ന് പറയുക. ഈ രണ്ട് ഇസ്മുകളും ളാറുൻ നാഫിഉം ജംഅ ചെയ്യൽ ഔലാ വ അബ്ലഗ്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കി തരാൻ ഏറ്റവും നല്ലത് ഈ രണ്ട് ഇസ്മും ഒരുമിച്ച് പറയലാണ്. ഒന്ന് പറഞ്ഞ് നിർത്തരുത്. അള്ളാഹു തന്നെയാണ് ളാർ, അള്ളാഹു തന്നെയാണ് നാഫിഅ, വേറെ ഒരാൾക്കിത് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യുന്നതെല്ലാം ഹിക്മത്തിനാണ്. എല്ലാം ഹിക്മ, അൽ ഹിക്മത്തുൽ മുത്ലഖ എന്ന് പറയും. അള്ളാഹു ചെയ്യുന്നത് മുഴുവനും മുത്ലഖായ ഹിക്മത്തിനാണ്. എന്ന് പറഞ്ഞാൽ ആ സംഭവം അവിടെ നടക്കണം എന്നതാണ്. അത് നടക്കാതിരുന്നാൽ അവിടെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് പൂർത്തിയാവുന്നില്ല. ആ ഒരു ഹിക്മത്തിന് വേണ്ടി തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. എന്തൊക്കെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇതിൻ്റെ പിന്നിലൊക്കെ അള്ളാഹുവിന് ചില ഹിക്മത്തുകളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് ബോധ്യപ്പെടാനും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കാനും, ഉറങ്ങിക്കിടക്കുന്ന ചില മനസ്സുകളെ ഉണർത്താനും തന്നെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഭവം, വളരെ പ്രയാസകരമായ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഒരു സംശയവുമില്ല. ലിഹിക്മത്തിൻ അറാദഹല്ലാഹ്, അതിനൊരു ഹിക്മത്തുണ്ടായിരിക്കും. ആ ഹിക്മത്ത് ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെടും, ചിലപ്പോൾ ബോധ്യപ്പെട്ടില്ല എന്ന്. ചിലപ്പോൾ കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും, ഓ അതുകൊണ്ടുണ്ടായ നേട്ടമാണ്, അതുകൊണ്ടുണ്ടായ ഖൈറാണിത്. ദീനിന് അതുകൊണ്ട് അള്ളാഹു ഖൈർ ചെയ്യും, ഉറപ്പാണ്, ഒരു സംശയമില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, പലതും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുകയാണ്. വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു അവൻ്റെ നൂറിനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനർത്ഥം എന്നാ ഇപ്പുറത്തെ കുറച്ച് ഡയലോഗ് വരുന്നതിൻ്റെ അർത്ഥം. അവർ പറയും എന്തിന്, ഊതിക്കെടുത്താൻ. പക്ഷേ അള്ളാഹുവിൻ്റെ നൂറിനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഊതക്കെടുത്താൻ നോക്കുന്തോറും പ്രകാശം കത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ സംഭവിക്കുള്ളൂ. അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ബരീഉൻ മിമ്മാ യഖൂലൂൻ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധിയും ഹബീബിൻ്റെ പേഴ്സണാലിറ്റിയെയും ഒരൽപ്പം പോലും പോർലേൽപ്പിക്കാൻ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. എന്തേ കാരണം? വറഫഅനാ ലക ദിക്റക്, പറയുന്നവർ നിസ്സാരന്മാരും അല്പന്മാരുമായി മാറുകയല്ലാതെ നബിയെ അങ്ങയുടെ സ്ഥാനം നാം ഉയർത്തി വച്ചിരിക്കുകയാണ്. വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ ദിക്ർ മേലെയാണ്. കോടിക്കണക്കിന് മനുഷ്യന്മാരില്ലേ ലോകത്ത്. ഏതെങ്കിലും ആളുകളുടെ ഒരു എഴുത്തുകൊണ്ടോ ഒരു പറച്ചിൽ കൊണ്ടോ തകർക്കാൻ കഴിയുന്നതാണോ ഹബീബിൻ്റെ പേഴ്സണാലിറ്റി? ഇംപോസിബിൾ, ഒരിക്കലും കഴിയില്ല. ഹബീബിനെ ഡാമേജ് ചെയ്യാൻ കഴിയില്ല. എന്തെല്ലാം മുറിവുകൾ ഏൽപ്പിക്കാൻ നോക്കുന്നുണ്ടോ അവിടെയെല്ലാം ഹബീബിൻ്റെ ഇസ്സത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ലഹിക്മത്തിൻ അറാദഹുല്ലാഹ്, അല്ലാഹു നാഫിഅ, അള്ളാഹുവിന് ഹിക്മത്തില്ലാത്തതൊന്നും, അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽ നിന്ന് പുറത്തു പോകുന്നതൊന്നുമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. ചില ഹിക്മത്തുകൾക്ക് അള്ളാഹു ചെയ്യുകയാണ്. ഇതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് ചില ലക്ഷ്യമുണ്ട്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി വഹുവൽ അസീസുൽ ഹകീം. സത്യവിശ്വാസികളെ ശരിക്കും മനസ്സിലാക്കണം. മനുഷ്യൻ എപ്പോഴാണ് കപടവിശ്വാസിയാവുന്നത്? എപ്പോഴാണ് ഹിപ്രോക്രിറ്റ് ആവുക? ആളുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കുക. എപ്പോഴാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക? എപ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്? എപ്പോഴാണ് നമ്മൾ പേടിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ എനിക്ക് ഉപദ്രവം ചെയ്യാൻ അയാളെ കൊണ്ട് കഴിയും, എനിക്ക് ഉപകാരം ചെയ്യുന്നത് ഇന്ന ആളാണ്,
അള്ളാഹുവേതര ഒരാളിലേക്ക് നമ്മുടെ കൽബിനെ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ പേടിയാവും. അപ്പോൾ പിന്നെ ഇങ്ങനെ മൂപ്പരെ സോപ്പിട്ട് നടന്നില്ലെങ്കിൽ എൻ്റെ പണി പോകുമല്ലോ, എൻ്റെ പണി പോയാൽ ഞാൻ പട്ടിണിയാവുമല്ലോ, അങ്ങനെ അതിൻ്റെ കാൽക്കുലേഷൻ പോവുക. അയാൾ എനിക്ക് ഉപദ്രവം ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അയാളെ പേടിച്ചിട്ട് ഇങ്ങനെ സോപ്പിട്ട് നടക്കേണ്ടി വരും. നേരെ മറിച്ച് നിങ്ങളുടെയും ആ മനുഷ്യൻ്റെ, അവരൊക്കെ മനുഷ്യരാണ്, മരണത്തിന് വിധേയമാകുന്നവരാണ്, നിങ്ങളുടെയും അവരുടെയും ജീവനും റിസ്ക്കും കിടക്കുന്നത് ഫിയദില്ലാ, അല്ലാഹു ജല്ല ജലാലുവിൻ്റെ കയ്യിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ് ലൊറിൻ്റെയും ദുറിൻ്റെയും നഫ്ഇൻ്റെയും അധികാരമുള്ളത്. അത് അള്ളാഹുവിനെ ചെയ്യാൻ കഴിയും. മനുഷ്യന്മാരുടെ ചില സബബുകളായിരിക്കാം, പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു തോന്നിപ്പിച്ചെങ്കിലേ ഇവിടെ എന്തെങ്കിലും നടക്കൂ. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമേ ഇവിടെ നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഖൽബ് കൊടുക്കുകയാണെങ്കിൽ, എനിക്ക് ജോലി കിട്ടുന്നതും പോകുന്നതും എൻ്റെ കച്ചവടവും എൻ്റെ ബിസിനസ്സും ഇത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇപ്പുറത്തൊരാൾ വന്ന് വേറെ ഷോപ്പ് തുറന്നാൽ വല്ല പേടിയുണ്ടോ? ഒരു ബേജാറുമില്ല. അതേ ബിസിനസ്സിനെ കാണാൻ വലുത് കൊണ്ടു, നിങ്ങൾ ഒരു ബക്കാല നടത്തിക്കൊണ്ടിരിക്കുക, ഇപ്പുറത്തെ വലിയ സൂപ്പർ മാർക്കറ്റ് വന്നു, നിങ്ങളുടെ റിസ്ക് അള്ളാഹിൻ്റെ കയ്യിലാണ്. നിങ്ങൾക്ക് യഖീനുണ്ടോ? അള്ളാഹു നിങ്ങൾ സർവൈവ് ചെയ്യിപ്പിക്കുന്നല്ല, റിസ്ക് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. എത്ര ആൾക്കാരുടെ അങ്ങനെ വലിയ വലിയ മാളിൻ്റെ ഒക്കെ അടുത്ത് ചെറിയ ഷോപ്പ് ഇടും. നമ്മൾ വിചാരിക്കുമ്പോൾ ചെയ്യാൻ കച്ചവടം ഉണ്ടാവോ? ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എങ്ങനെ കച്ചവടമൊക്കെ? അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും അങ്ങോട്ട് കയറിപ്പോയി ഇവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കുമോ എന്ന്. അവരുടെ റിസ്ക് അവിടെ വരുന്നുണ്ട്.